ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ആരാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തെ യഥാർത്ഥ ഓപ്പറേറ്റേഴ്സ്? എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അവർ ഷെയർസിനെ വളരെ പെന്നി ലെവലിൽ നിന്നും മാനിപ്പുലേറ്റ് ചെയ്ത് മൾട്ടി ബാഗർ റിട്ടേൺസ് തരുന്ന സ്റ്റോക്കുകളാക്കി മാറ്റുകയും അതിനുശേഷം റീറ്റെയിലേഴ്സിനെ അതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്തുകൊണ്ട് അവർ എക്സിറ്റ് എടുത്ത് പോകുന്നത്? ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. ആൻഡ് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആരാണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പഴയ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അയാൾ ഒരുപാടധികം ക്യാഷ് ഉള്ളൊരു വ്യക്തിയും അതേ കണക്ക് തന്നെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. എന്താണ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് നടക്കാൻ പോവുകയാണ്. ഒരു പ്രൊമോട്ടർ ചേഞ്ച് ആയിരിക്കാം, ഇനി അതല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കാം, പുതുതായിട്ട് ഏതെങ്കിലും ഒരു പ്ലാന്റ് വരുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു ചേഞ്ച് നടക്കാൻ പോവുകയാണ്. ആൻഡ് ആ ചേഞ്ച് ചിലപ്പോൾ ഒരു നല്ല റിസൾട്ട് വരുന്നതും ആയിരിക്കാം. അപ്പോൾ ഈ ചേഞ്ച് വളരെ നേരത്തെ തന്നെ അറിയാനുള്ള ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും പഴയ കാലത്ത് ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഇൻസൈഡർ ഇൻഫർമേഷൻ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്? അല്ല. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വെൽ നെറ്റ്വർക്ക്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അയാളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിരിക്കും എന്നുള്ളൂ. ഈ ഇൻസൈഡർ ഇൻഫർമേഷൻ വേണമെന്നുള്ളത് ഇന്നത്തെ കാലത്ത് അത്ര ഉണ്ട് എന്താ പറയുക ആവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടില്ല. ഇന്നത്തെ കാലത്ത് ആരാണ് ഓപ്പറേറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഹെഡ്ജ് ഫണ്ടുകളായിരിക്കാം, PMS മാനേജേഴ്സ് ആയിരിക്കാം, HNIs ആയിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് രാജേഷ് ജുൻവാലയൊക്കെ പോലെയുള്ള വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, മാർക്കറ്റിൻ്റെ അകത്ത് നമ്മളിപ്പോൾ സോ കോൾഡ് എക്സ്പെർട്ട് എന്ന് വിചാരിക്കുന്ന ടൈപ്പ് ഇൻവെസ്റ്ററുകളായിരിക്കാം. ഇന്നത്തെ കാലത്ത് നമുക്ക് അത്യാവശ്യം നെറ്റ്വർക്കും ഉണ്ട്, അത് മാത്രമല്ല നമ്മുടെ നല്ല രീതിയിൽ ക്യാഷും ഉണ്ടെങ്കിൽ നമുക്ക് പോലും ഒരു സ്റ്റോക്കിനെ ഓപ്പറേറ്റ് ചെയ്ത് മേലിലോട്ടും താഴോട്ടുമൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതാണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ രീതിയിലൊക്കെ പല ടൈപ്പിലുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ഫണ്ട് മാനേജേഴ്സും അതല്ലെങ്കിൽ HNIs ഒക്കെ തന്നെ ഇന്ന് ഓപ്പറേറ്റർ ആണെങ്കിൽ പോലും ഇവരുടെ കേപ്പബിലിറ്റി എല്ലാം തന്നെ വ്യത്യാസമായിരിക്കും. എല്ലാ ഷെയർസ് ഇവർക്ക് എല്ലാം ഒരുപോലെ തന്നെ മേലോട്ട് കൊണ്ടുപോകാനും താഴെ വരുത്താനും ഒന്നും പറ്റത്തില്ല. ഇവരുടെ കേപ്പബിലിറ്റി, അതായത് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഡെപ്തും സ്കെയിലും വ്യത്യാസപ്പെട്ടിരിക്കും. അത് അവരുടെയിലുള്ള ക്യാഷിൻ്റെ അവൈലബിലിറ്റിയും ഏത് ടൈപ്പിലുള്ള ഷെയർസാണ് ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതും അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റിലുള്ള ആൾക്കാരല്ലാതെ പ്രൊമോട്ടേഴ്സ് പോലും ചില സമയത്ത് എന്ത് ചെയ്യുന്നു, അവരും ഒരു ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മുകേഷ് അംബാനി പോലും പല സ്റ്റോക്കുകളിലും, അതായത് പുള്ളിയുടെ അണ്ടറിലുണ്ടായിരുന്ന പല സ്റ്റോക്കുകളിലും ഓപ്പറേഷൻസ് നടത്തിയെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഷെയർ മാനിപ്പുലേഷൻസ് നടത്തിയെന്നുള്ള രീതിയിൽ സെവിക്ക് പെനാൽറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പ്രൊമോട്ടർ പോലും പല സമയത്തും ഷെയർസിൻ്റെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. എന്തിനാണ് അവർ ഷെയർസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? പ്രൊമോട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോർട്ട് ടൈം ക്യാപിറ്റലിന് വേണ്ടിയിട്ടായിരിക്കും അവർ നോർമലി ഷെയർസിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ബിസിനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം നടക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിനെ കാട്ടി കൂടുതൽ പ്രോഫിറ്റ് ഷെയർ മാർക്കറ്റിൻ്റെ അകത്തൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പലപ്പോഴും അവർ തന്നെ ഷെയർസിനെ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ രീതിയിൽ അതായത് പ്രൊമോട്ടേഴ്സ് ഡയറക്റ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന് മുന്നായിട്ട് ഷെയർസിനെ പലപ്പോഴും സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ പെന്നി ലെവലിലോട്ട് കൊണ്ടുവരാറുണ്ട്. ആ പെന്നി ലെവലിൽ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും ആ ഷെയറിൻ്റെ അകത്ത് പിന്നീട് 10x 20x ഒക്കെ റിട്ടേൺസ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ട്രൈഡൻ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ആ സ്റ്റോക്ക് 70 രൂപ ലെവലിൽ എന്തോ നിന്നപ്പോഴത്തേക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 7 രൂപ ലെവലിൽ കൊണ്ടുവരുന്നു. അതിൻ്റെ 7 രൂപയിൽ നിന്ന് പിന്നെ അതിനെ റണ്ണപ്പ് എഴുതി അത് 70 രൂപ വരെ തിരിച്ചെത്തിക്കുന്നു. ഈ രീതിയിലൊക്കെ പലപ്പോഴും ഓപ്പറേറ്റേഴ്സ് പ്രൊമോട്ടർ തന്നെ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ പ്രൊമോട്ടറാണ് ഓപ്പറേറ്റ് ചെയ്തതെന്ന് ഡയറക്റ്റ് പറയുകയല്ല, പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് മാർക്കറ്റിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ. പിന്നെ മാത്രമല്ല, ഈ ഒരു രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഷെയർസ് പലതും അത് റണ്ണപ്പ് കാഴ്ചവെക്കുന്നതിന് മുന്നായിട്ട് തന്നെ 50% മുതൽ 80% വരെയൊക്കെ ഇടിയാറുണ്ട്. അതായത് നമ്മുടെ നോർമൽ റീറ്റെയിലർ നേരത്തെ തന്നെ അതിൻ്റെ അകത്ത് കയറി ഇരിക്കുകയാണെങ്കിൽ അയാളുടെ സ്റ്റോപ്പ് ലോസ് അടിപ്പിച്ച് അതിൻ്റെ അകത്തുനിന്ന് മാക്സിമം ഷെയർസ് കോർണർ ചെയ്തിട്ട് മാത്രമേ ഓപ്പറേറ്റേഴ്സ് അതിനെ മേലിലോട്ട് കൊണ്ടുപോകാറുള്ളൂ. ഇത് വളരെ നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ്. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗാണ് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കാറില്ല എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല.
ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിലും ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കാറുണ്ട്. ഈവൻ നമ്മുടെ ഇൻഡെക്സിനെ പോലും പലപ്പോഴും ഓപ്പറേറ്റേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അതായത് ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കിനെ വളരെ വർഷങ്ങളോളം നീണ്ട കാലയളവിലേക്ക് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഇമ്മൻസ് ആയിട്ടുള്ള ക്യാപിറ്റൽ വേണ്ടി വരും. ഷെയർസ് വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവരതിൻ്റെ ലിക്വിഡിറ്റി മൊത്തം കോർണർ ചെയ്ത് വെക്കേണ്ടി വരും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ വളരെ വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനീസിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റുന്നത് അദാനി സ്റ്റോക്കുകളിൽ മാത്രമാണ്. ഇനി അതല്ലാതെ ഇൻഡെക്സിനെ പോലും പലപ്പോഴും ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ FII DII ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ പോലും പലപ്പോഴും ഇൻഡെക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈം ഫ്രെയിമിലത്തേക്ക് മാത്രമായിരിക്കും. മിനിറ്റുകൾക്കോ അല്ലെങ്കിൽ ചെറിയ കുറച്ച് മണിക്കൂറുകൾക്കോ അകത്തുള്ള മാനിപ്പുലേഷൻസ് മാത്രമേ അവരെ കൊണ്ട് ഇത്രയും വലിയൊരു ഇൻഡെക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഓപ്പറേറ്റേഴ്സ് എവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓബിയസ്ലി ലോ ഫ്ലോട്ടുള്ള കമ്പനീസിലായിരിക്കും. അതായത് മാർക്കറ്റിൻ്റെ അകത്ത് ട്രേഡ് ചെയ്യുന്ന ഷെയർസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ള ടൈപ്പ് കമ്പനീസിലായിരിക്കും ഓപ്പറേറ്റേഴ്സ് എപ്പോഴും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത്. അവർ ആ ലോ ഫ്ലോട്ടുള്ള കമ്പനീസിനെ ട്രാക്ക് ചെയ്തെടുക്കുകയും അതിൻ്റെ അകത്തുള്ള ലിക്വിഡിറ്റി കോർണർ ചെയ്തിട്ടായിരിക്കും അവരതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് അല്ലെങ്കിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഈ ടൈപ്പിലുള്ള സ്റ്റോക്കുകൾ ഒരുപാട് സർക്കിട്ട് മൂവ്മെൻറ്റുകൾ നടത്തുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഷെയർസിൻ്റെ അകത്തൊക്കെ തന്നെ നമ്മൾ കുറച്ച് സസ്പീഷ്യസ് ആയിരിക്കണം. മാത്രമല്ല നമ്മുടെ നോർമൽ ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുപോലെയുള്ള ഷെയർസിൻ്റെ അകത്ത് വർക്ക് ചെയ്യത്തില്ല. ബാക്കിയുള്ള എല്ലാ ലോജിക്കുകളെയും കവച്ച് വെച്ചുകൊണ്ടായിരിക്കും ഇവരുടെ ഷെയർ പ്രൈസുകൾ മൂവ് ചെയ്യുന്നത്. പലതും 10x 20x 30x ഒക്കെ ആയിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഇവർ ഇത്രയും മൂവ് ചെയ്തത്, പ്രോഫിറ്റിൻ്റെ അകത്ത് ഇത്രയും ഗ്രോത്ത് ഇല്ലല്ലോ, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ ഈ രീതിയിലൊന്നും ഗ്രോ ചെയ്യുന്നില്ലല്ലോ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ അകത്ത് ഈ ഷെയർസിൻ്റെ മൂവ്മെൻറ്റുകളെല്ലാം തന്നെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ബേസിസിൽ മാത്രമാണ്. അവരെന്ത് ചെയ്യുന്നു, സപ്ലൈനെ കോർണർ ചെയ്ത് വെച്ചിട്ട് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഷെയർ പ്രൈസ് ചുമ്മാ മേലിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രം കൊണ്ടാണ് ഈ ഷെയർസ് എല്ലാം തന്നെ ഇത്ര കണ്ട് വലിയ മൾട്ടി വാഗർ റിട്ടേൺസുകൾ തരുന്നത്. ആക്ച്വലി ഇതിൻ്റെ അകത്തൊക്കെ നമ്മളിങ്ങനെ ഹിസ്റ്റോറിക്കലി നോക്കിയിട്ട് ഇന്ന ഷെയർ ഞാൻ ഇവിടെ മേടിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെ പൈസ 10x ആയനെ 20x ആയനെ എന്നൊക്കെ പറയാമെന്നല്ലാതെ ആ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ അത് താഴത്തെ ലെവലിൽ നിന്ന സമയത്ത്, അത് ബ്രേക്ക് ഔട്ട് തന്ന സമയത്ത് അതിനെ ലോങ് ടൈമിൽ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള റീസൺസ് ഒന്നും ഒരു ഇൻവെസ്റ്ററിന് കയ്യിൽ ഉണ്ടായിരുന്നിരിക്കത്തില്ല. അത് മാത്രമല്ല അങ്ങനെ ഒരു ഷെയർ നമ്മൾ മേടിച്ചെങ്കിൽ തന്നെ അവിടെ പലപ്പോഴും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങുകൾ നടത്തിയിട്ട് നമ്മുടെ ഷെയർസൊക്കെ വിറ്റ് പോകാനുള്ള ചാൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പിന്നെ മാത്രമല്ല ഒരു സ്റ്റോക്ക് നമ്മൾ അങ്ങനെ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഓൾറെഡി താഴത്തെ ലെവലിൽ നിന്ന് ഹോൾഡ് ചെയ്യുന്നെങ്കിൽ പോലും ഒരു അത്യാവശ്യം വിവരമുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ആ ഷെയർസിൻ്റെ പോക്ക് അത്ര പന്തിയല്ലല്ലോ എന്ന് കാണാൻ പറ്റും. അയാൾക്ക് നേരത്തെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ അകത്ത് വാല്യുവേഷൻസ് ഹൈ ആവുന്നത് അയാൾ ട്രാക്ക് ചെയ്തിട്ട് അയാൾ ചിലപ്പോൾ എക്സിറ്റ് ആയിട്ട് മാറുന്നതായിരിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ വളരെ ബോട്ടത്തിൽ നിന്നിട്ട് ഏറ്റവും ടോപ്പ് വരെ റൈഡ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നോർമലി ഒരു റീറ്റെയിലറിനും അത് പറ്റാറുമില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഷെയർസ് പലതും അവർ ഏതൊക്കെ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ TV ആങ്കേഴ്സൊക്കെ വന്നിരുന്ന് പറയുന്ന ഷെയർസ് പലതും ഇതേ രീതിയിൽ ഓപ്പറേറ്റേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഷെയർസ് ആയിരിക്കാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലാണ്. കാരണം ഓപ്പറേറ്റേഴ്സ് ആങ്കേഴ്സിനൊക്കെ പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് ഷെയർസിന് റെക്കമെൻഡേഷനിൽ വരുത്താറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഓപ്പറേറ്ററിന് ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് വേണമെങ്കിൽ അയാൾ ആ സ്റ്റോക്കിനെ പറ്റിയിട്ട് പോസിറ്റീവായിട്ട് ആങ്കേഴ്സിനെ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട്. യൂട്യൂബേഴ്സ് അതേ കണക്ക് തന്നെ ഫേമസ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽസ്, ഇനി അത് മാത്രമല്ല ട്വിറ്റർ ഹാൻഡിൽസ്, ഇവരെല്ലാവരും തന്നെ ഓപ്പറേറ്റേഴ്സ് ചില സമയത്ത് പൈസ കൊടുത്ത് പെയ്ഡ് ആയിട്ട് റെക്കമെൻഡേഷൻസ് നടത്താറുണ്ട്. അത് ചിലപ്പോൾ ഓപ്പറേറ്റേഴ്സിന് അതിൻ്റെ അകത്ത് എക്സിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അതായത് ഏതെങ്കിലും ഒരു ഷെയറിനെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് കുറച്ച് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ ആ ഷെയർസിനെ ആൾക്കാർ വിറ്റ് മാറുകയും ആ സമയത്ത് അതിൻ്റെ അകത്തുലോട്ട് ഓപ്പറേറ്റേഴ്സിന് എൻട്രി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് നടത്തി പലപ്പോഴും ഓപ്പറേറ്റേഴ്സ് ഷെയറിൻ്റെ അകത്ത് എൻട്രി എക്സിറ്റുകളൊക്കെ എടുക്കാറുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി പിടിക്കുക അല്ലെങ്കിൽ ആൾക്കാർ ഈ മാനിപ്പുലേഷൻസ് നടത്തുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ അതോറിറ്റീസ് അവരെ പിടിച്ചാൽ മാത്രമേ ഇവിടെ കേസുള്ളൂ. പിടിക്കാത്തിടത്തോളം കാലം ഇവരെല്ലാവരും വളരെ നല്ല ആൾക്കാരായിട്ട് ഇവർ കറങ്ങി നടക്കുന്നതായിരിക്കും. വളരെ നല്ല പിക്കുകൾ കൊടുക്കുന്ന എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സും ആങ്കേഴ്സും ഒക്കെ ആയിട്ട് ഇവർ നിലനിൽക്കുന്നതായിരിക്കും. എന്തെങ്കിലും പിടിക്കാൻ നേരത്ത് മാത്രമേ ഇവരുടെ പേരിൽ പിന്നീട് പ്രശ്നം ഉണ്ടാകത്തുള്ളൂ. ഈവൻ ദോ ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പല ബ്രോക്കർ റിപ്പോർട്ടുകൾ പോലും ഈ രീതിയിൽ ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിഗ്ഗീസിനെ ഫേവർ ചെയ്യാൻ
വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ആ ബ്രോക്കർ റിപ്പോർട്ടുകൾ പോലും എടുക്കുന്നത്. ചില സമയത്ത് വളരെ നല്ല കമ്പനി, വളരെ നല്ല ഫ്യൂച്ചറിൽ പെർഫോമൻസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള കമ്പനീസിൻ്റെ അകത്ത് പോലും അവർ വളരെ മോശം റിപ്പോർട്ടുകൾ പുറത്തിറക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റുകൾ കുറയ്ക്കാറുണ്ട്, ഡീഗ്രേഡ് ചെയ്യാറുണ്ട് സ്റ്റോക്കുകൾ. ഈ രീതിയിലൊക്കെ ഡീഗ്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു നീജർക്ക് റിയാക്ഷൻ, അതായത് ഇപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ അകത്താണ്. ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഇതേ കണക്ക് ഒരു ഡീഗ്രേഡിങ്ങിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഷെയർ പ്രൈസിൻ്റെ ടാർഗറ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു ന്യൂസ് വന്നിരുന്നു. ന്യൂസ് വന്നതിൻ്റെ അടുത്ത ദിവസം സ്റ്റോക്ക് 7% ഇടിയാണ് ചെയ്തത്. അതിനുശേഷം ആ സ്റ്റോക്ക് അവിടെ നിന്ന് തിരിച്ച് മേലിലോട്ട് കയറിപ്പോയായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ന്യൂസിൻ്റെ ബേസിൽ ഇത് താഴത്തെ ലെവലിൽ നിന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർക്കോ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് ഇറക്കിയതാണോ? ഈ രീതിയിലൊക്കെ പല സ്റ്റോക്കുകളിലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്ന പല സ്റ്റോക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് പേടിഎം ആണ്. ഈ പേടിഎമ്മിൻ്റെ അകത്ത് ഏകദേശം 5-6 ബ്രോക്കറേജ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്ക് ഇനി ഇവിടെ നിന്ന് ഇത്ര % റിട്ടേൺസ് തരും എന്നുള്ള രീതിയിൽ 5-6 ബ്രോക്കർ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ പല സ്റ്റോക്കുകളുടെ അകത്തും മാനിപ്പുലേഷൻസ് നടക്കാറുണ്ട്. റീറ്റെയിലേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിനെ പാനിക് ആക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും പല രീതിയിലുള്ള ഓപ്പറേഷൻസ് നോർമലി തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് നടക്കാറുണ്ട്. നമുക്കിതൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം തന്നെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ചാർട്ടിൻ്റെ അകത്തുനിന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും പല സ്റ്റോക്കുകളുടെ അകത്ത്. അതായത് ചാർട്ടിൻ്റെ മൊമെൻറ്റ് കാണാൻ നേരത്ത് അത് നോർമലായിട്ടുള്ള ഒരു സ്റ്റോക്ക് ബിഹേവ് ചെയ്യും പോലെ അല്ല ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിന്ന് നമ്മൾ ബെറ്റർ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിളൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നോക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്തുള്ളതിൽ ഒരു 80 to 90% ബിഗ്ഗീസും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെയാണ് മാർക്കറ്റിൻ്റെ അകത്ത് മേലിലോട്ട് വന്നേക്കുന്നത്. അല്ലാതെ ആരും വളരെ നല്ല ആൾക്കാരൊന്നുമല്ല. ഇവരൊക്കെ ജസ്റ്റ് എന്താ പറയുക, പിടിക്കപ്പെടും വരെയാണ് ഒരു വിജയ് മല്യയോ അല്ലെങ്കിൽ നീരവ് മോദിയോ ആവാതായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മേജർ ഒരു നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു വില്ലൻ ഫിഗർ ഇവർക്ക് കിട്ടാതെ ഇവർ ഇപ്പോഴും ഹീറോ ആയിട്ട് നിൽക്കുന്നത് ഇവരിൽ പല ആൾക്കാരും പിടിക്കപ്പെടാത്തതുകൊണ്ടാണ്. എപ്പോഴാണോ പിടിക്കപ്പെടുന്നത് ആ സമയത്ത് ഇവരെല്ലാം വില്ലനായിട്ട് മാറുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഈ സ്റ്റോക്കുകൾ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് പബ്ലിക്കിൻ്റെ ഇടയിൽ അത്ര കണ്ട് ഫേമസ് അല്ല എന്ന് കാണുകയാണ്, അതിൻ്റെ അകത്ത് വളരെ ലോ ആയിട്ടുള്ള ഫ്ലോട്ടാണ് കാര്യങ്ങളൊക്കെയാണ് അവർ കാണുന്നതെങ്കിൽ അത് ഒരു തീമിൻ്റെ ഭാഗമാണെന്നും കൂടെ ഇരിക്കുക. അതായത് ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു തീം ഇരിക്കുകയാണ്, ആ തീമിൻ്റെ അകത്ത് ഒരു ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ്, അവരുടെ സെക്ടർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ബേസ്ഡ് ബിസിനസ്സാണ്, അതിൻ്റെ ഭാഗം ആ ഒരു തീമാണ് മാർക്കറ്റിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇനി അതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റിന്യൂവബിൾ എനർജി തീമാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും ഹോട്ടായിട്ടുള്ള തീം. ആ ഹോട്ടായിട്ടുള്ള തീമിൻ്റെ അകത്തുള്ള ഒരു സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ആ സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ അധികം ശ്രദ്ധ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് പതുക്കെ ഇവർ അക്യുമുലേഷൻസ് നടത്തുന്നു. ബിഗീസ് പതുക്കെ അക്യുമുലേഷൻസ് നടത്തുന്നു. അക്യുമുലേഷൻസ് നടത്തി ഇവർ ഷെയറിനെ മൊത്തം കോർണർ ചെയ്തതിന് ശേഷം ഇവർ അക്യുമുലേഷൻ നടത്തുന്നത് ചിലപ്പോൾ അവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ്, ഇനി അതല്ലെങ്കിൽ മറ്റ് ഫണ്ടുകൾ ഉണ്ടായിരിക്കാം, ഫോറിൻ ഫണ്ടുകൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫണ്ടോ ആയിരിക്കാം. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് പേരിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ പല ഷെൽ കമ്പനീസ് ആയിരിക്കാം. ഇവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ ഷെയറിനെല്ലാം തന്നെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെജോറിറ്റി ഫ്ലോട്ടിനെ അവർ കോർണർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാർക്കറ്റിൻ്റെ അകത്തുള്ള ലിക്വിഡിറ്റി കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിൻ്റെ അകത്തോട്ട് ഇവർ ന്യൂസ് സ്പ്രെഡ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്കിൻ്റെ അകത്ത് ഇന്ന കാര്യം നടക്കുകയാണെന്നുള്ള രീതിയിൽ വളരെ അഗ്രസീവായിട്ടുള്ള രീതിയിൽ ഇവർ ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് നമ്മുടെ രാജേഷ് എക്സ്പോർട്സ് എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾ നോക്കുക. ആ സ്റ്റോക്ക് വളരെയധികം ഇടിഞ്ഞിപ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 സെക്കൻഡ്, ഞാൻ എൻ്റെ ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. രാജേഷ് എക്സ്പോർട്സ്, ഓക്കെ. അപ്പോൾ ഈ സ്റ്റോക്ക് ഇപ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഹൈയിലൊക്കെ നിന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ന്യൂസ് ഫ്ലോകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ന്യൂസ് ഫ്ലോസ് ഉണ്ടായിരുന്നത്? അതായത് ഈ സ്റ്റോക്കിൻ്റെ അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഇത്ര കണ്ട് വലുതാണ്, ഇവർ ഗ്ലോബലി ഇത്ര കണ്ട് വലിയ പ്ലെയറാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇനി അതേ കണക്ക് തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എക്സാമ്പിളായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ മറ്റൊരു സ്റ്റോക്ക് പറയുകയാണെങ്കിൽ അക്സിറ്റ കോട്ടൺ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കുണ്ട്. ഓക്കെ, ഈ സ്റ്റോക്ക് നോക്കാം.
ഏത് രീതിയിലാണ് ഈ സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് ഇതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് എടുത്തതിന് ശേഷം ഇവർ ഇടിഞ്ഞ് താഴോട്ട് പോയേക്കുന്നത്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നമുക്ക് ടെക്നിക്കലി വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലൊരു പാറ്റേൺ ഓരോ ദിവസവും 1% 2% വെച്ച് സ്റ്റോക്ക് കൃത്യമായിട്ട് അപ്പെടുത്ത് കയറി പോവുക, അതിൻ്റെ അകത്ത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വോളിയം ബിൽഡപ്പ്. ഇത് പല സ്റ്റോക്കുകളിലും പല ഓപ്പറേറ്റർ പ്ലേയിലും നമ്മൾ കാണുന്ന ഒരു പാറ്റേൺ ആണ്. അതിനുശേഷം സ്റ്റോക്ക് ഇടിഞ്ഞ് വന്നേക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെയുള്ള പാറ്റേൺസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നെങ്കിൽ ആ സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കൃത്യമായിട്ട് എക്സിറ്റ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ സ്റ്റോക്കാണ് ഇനി എല്ലാം, അല്ലെങ്കിൽ ഈ സെക്ടറിൻ്റെ അകത്ത് നെക്സ്റ്റ് എമർജിങ് ലീഡറാണ്, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു പുതുതായിട്ടൊരു പ്ലാന്റ് ഇത് ചെയ്തു മേഡ് ചെയ്തു, ഇനി ഇവരുടെ പ്രൊമോട്ടർ മാറാൻ പോവുകയാണ്, ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇന്നൊരു വലിയ ഇൻവെസ്റ്റർ പൊസിഷൻ എടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ഇതിൻ്റെ അകത്ത് ഫ്ലോ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇടിവ് വരുന്നത്. ആ ന്യൂസ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുന്നു, എൻട്രി എടുക്കുകയാണ്. ഇത് മറ്റൊരു സ്റ്റോക്കാണ് ആലോക് ഇൻഡസ്ട്രീസ്. ഇതും ഇതേ കണക്കിന് ഹ്യൂജ് ആയിട്ടൊരു ഓപ്പറേറ്റർ പ്ലേ നടന്നൊരു സ്റ്റോക്കാണ്. 4 രൂപയിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം 60 രൂപ റേഞ്ച് വരെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സ്റ്റോക്ക് ഇടിഞ്ഞ് താഴോട്ട് വന്നത്. ഈ സ്റ്റോക്ക് ഈ ഒരു റണ്ണപ്പ് കാഴ്ചവെച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് എന്തോരം ന്യൂസ് ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഇതിൻ്റെ അകത്ത് റിലയൻസ് പൊസിഷൻ എടുക്കുന്നു, റിലയൻസ് ഇതൊരു ടേൺ അറൗണ്ട് സ്റ്റോറിയാക്കി മാറ്റാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോരം ന്യൂസ് ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യക്കകത്തുള്ള PPE കിറ്റ് മൊത്തം ഉണ്ടാക്കുന്നത് ഈ ഒരു കമ്പനി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടം പോലെ ന്യൂസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഇഷ്ടം പോലെ റീറ്റെയിലേഴ്സ് അവർ ഇതിൻ്റെ വേറെ ഒന്നും നോക്കുന്നില്ല, അവർ നമ്പേഴ്സ് നോക്കുന്നില്ല, ഇവർ കമ്പനി പ്രോഫിറ്റബിൾ ആണോ, ഇവരുടെ മാനേജ്മെൻറ്റ് ഏതാണ്, അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഇത് മാർക്കറ്റിൻ്റെ അകത്തുണ്ട്, മാർക്കറ്റിൻ്റെ അകത്ത് ഇതുവരെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള കമ്പനിയാണോ, ഇനി അല്ലെങ്കിൽ തന്നെ ഇവരുടെ പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്, ഇപ്പോൾ കൊണ്ടുവരുന്ന ഇവരുടെ ഈ പുതുതായിട്ട് കൊണ്ടുവന്ന ഈ PPE കിറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എത്ര ഉണ്ട്, ഇവരുടെ പ്രോഫിറ്റിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്, ഒന്നും ആലോചിക്കുന്നില്ല റീറ്റെയിലേഴ്സ് ജസ്റ്റ് കാണുന്ന ന്യൂസിനെ മാത്രം വിശ്വസിച്ച് സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുന്നു. അതിൻ്റെ അകത്ത് അപ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത്, ഈ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ബിഗ്ഗീസ് അതിൻ്റെ അകത്ത് പതുക്കെ എക്സിറ്റ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് എടുത്ത് തീരുമ്പോഴത്തേക്കും അവർ ആ ഷെയർ ഓബിയസ്ലി എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിലാണ് ഇവർ ഷെയർസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ പറഞ്ഞത് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ഫേമസ് അല്ലാത്ത സ്റ്റോക്കുകളാണെങ്കിൽ, അതൊരു തീമിൻ്റെ ഭാഗമായിട്ട് എമർജ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള സ്റ്റോക്കാണെങ്കിൽ അവർ താഴത്തെ ലെവലിലെ തന്നെ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുകയും അതിൻ്റെ അകത്ത് ന്യൂസ് പമ്പ് ചെയ്യുകയും ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഇനി വേറൊരു സിനാരിയോ ഉണ്ട്, അതായത് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കാണ്, അത് ഇതേ കണക്കൊരു തീമിൻ്റെ ഭാഗമാണെന്നൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുന്നു, ആ സ്റ്റോക്കിനെ ആദ്യം ഇടിച്ച് താഴോട്ട് കൊണ്ടുവരുന്നു. ഇടിച്ച് താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അവരതിനെ മേളിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. കാരണം ആ സ്റ്റോക്കിൻ്റെ അകത്ത് റീറ്റെയിലേഴ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ അകത്ത് ആ റീറ്റെയിലേഴ്സിനെ ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം റീറ്റെയിലേഴ്സ് അതിൻ്റെ അകത്ത് നിറഞ്ഞ് നിൽക്കാൻ നേരത്തെ തന്നെ ആ സ്റ്റോക്കിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റത്തില്ല. കാരണം അവർ മേലിലോട്ട് ആ സ്റ്റോക്കിനെ കൊണ്ടുപോകാൻ തുടങ്ങും തോറും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു, റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തൊരു 1 വേ അപ്പ് റാലി ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ചിലപ്പോൾ റീറ്റെയിലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കിൻ്റെ അകത്തുനിന്ന് റീറ്റെയിലേഴ്സിനെ മാക്സിമം ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് ഞാൻ കാണുന്നത് വെർട്ടോസ് അഡ്വർടൈസിങ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, 1 സെക്കൻഡ്. വെർട്ടോസ് അഡ്വർടൈസിങ്, ഈ സ്റ്റോക്ക് നോക്കാം. ഈ സ്റ്റോക്ക് പണ്ട് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയാം. നമ്മൾ ഈ സ്റ്റോക്ക് ഏകദേശം 200 രൂപ അല്ലെങ്കിൽ 100 സംതിങ് രൂപയൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് 160 മുതൽ 200 രൂപ റേഞ്ചിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റോക്ക് ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ അന്ന് സംസാരിച്ചിരുന്ന സ്റ്റോക്കാണ്. അതിനുശേഷം ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു സെല്ലിങ് വന്നു. അതായത് 200 രൂപ ലെവലിൽ നിന്ന് 300 രൂപ ലെവലിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം ഇടിച്ച് 100 രൂപ വരെ കൊണ്ടുവന്നു. സ്റ്റോക്കിൻ്റെ അകത്ത് 75% ഫോള് കൊണ്ടുവരുന്നു ഏകദേശം. ഓക്കെ, അപ്പോൾ അത്രയും ഫോള് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് ആ സ്റ്റോക്ക് 100 രൂപ ലെവലിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 900 രൂപ ലെവലിലോട്ട് ഏകദേശം 9x റിട്ടേൺസ് സ്റ്റോക്കിൻ്റെ അകത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അതെല്ലാം തന്നെ 1 വേ അപ്പ് റാലിയാണ് നടന്നേക്കുന്നത്. അപ്പം ഈ രീതിയിലുള്ള പല പ്ലേസും നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മംഗളം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. മംഗളം ഇൻഡസ്ട്രിയൽ ഫിനാൻസ് നോക്കാം. ഈ സ്റ്റോക്കിൻ്റെ അകത്ത് ഇപ്പോൾ ഒരുപാട് ന്യൂസ് ഫ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ന്യൂസ് ഫ്ലോ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഇത് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ റീറ്റെയിലേഴ്സിൻ്റെ അകത്ത് ഇത് ഫേമസ് ആയിക്കൊണ്ടിരുന്ന സമയത്ത് സ്റ്റോക്കിനെ ഇവരെന്ത് ചെയ്യുന്നു, ഇടിച്ച് ഒരു 50%, അതായത് 4 രൂപ 5 രൂപ റേഞ്ചിൽ നിന്ന് സ്റ്റോക്കിനെ ഇടിച്ച് 2 രൂപയിലോട്ട് കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം സ്റ്റോക്കിന് ഇപ്പോൾ അവിടെ നിന്ന് അവർ റണ്ണപ്പ് ചെയ്ത് പിന്നെ മേലിലോട്ട് കയറ്റിക്കൊണ്ടുവരികയാണ്. ഇതിൻ്റെ അകത്ത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ടെന്ന് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം ഈ സ്റ്റോക്കിൻ്റെ അകത്ത് അത്ര കണ്ട് റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ന്യൂസ് ഫ്ലോ ഇപ്പം നടക്കുന്നുണ്ട്. ഈ സ്റ്റോക്കാണ് ഇനി എല്ലാം, അല്ലെങ്കിൽ
പെന്നി ക്യാപ്പിൽ നിന്നിട്ട് ഇതൊരു മൾട്ടി ബാഗർ ആവാൻ പോകുകയാണെന്നുള്ള രീതിയിൽ ഒരുപാട് ന്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് എനിക്കിത് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്റ്റോക്കുകളുടെ അകത്ത് ഇവരെന്ത് ചെയ്യുന്നു, റീറ്റെയിലേഴ്സിൻ്റെ ഇടയിൽ ഫേമസ് ആണെങ്കിൽ അവർ അതിന് ആദ്യം തന്നെ നെഗറ്റീവ് ന്യൂസ് കൊടുത്തിട്ട് അവർ ഇടിച്ച് താഴോട്ട് കൊണ്ടുവരാറുണ്ട്. പല സമയത്തും അവർ നെഗറ്റീവ് ന്യൂസ് കൊടുക്കുന്നത് പോലെ തന്നെ പിന്നെ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ടെക്നിക്കലി ഒരു ബ്രേക്ക് ഡൗണുകൾ കൊണ്ടുവരും, ആർട്ടിഫിഷ്യലി സെല്ലിങ്ങുകൾ നടത്തി. അതായത് അവർ തന്നെ സെല്ല് ചെയ്യും, എന്നിട്ട് അവരുടെ തന്നെ വേറെ ഏതെങ്കിലും അക്കൗണ്ട് വഴിയിട്ട് അവർ ബൈയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഓളിയം കൂടി വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല ആ ഷെയർ പ്രൈസ് അവർ താഴത്തെ ലെവലിലോട്ട് ഡൗൺ സർക്യൂട്ട് ലിമിറ്റിലോട്ടാണ് അവർ സെല്ലിങ്ങുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ നേരത്ത് പല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും സ്റ്റോപ്പ് ലോസുകൾ അടിക്കുകയും അവർ അതിൻ്റെ അകത്തുനിന്ന് ട്രേഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ചെയ്ത് പോകാറുമുണ്ട്. അപ്പോൾ ഈ രീതിയിലും ഓപ്പറേറ്റേഴ്സ് അവർ ഷെയർസ് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. അതിനുശേഷമാണ് അങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ ഈ രീതിയിൽ ഹ്യൂജ് ആയിട്ടുള്ള എന്താ പറയുക ന്യൂസ് ഫ്ലോയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവരൊക്കെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും എക്സിറ്റ് എടുക്കുന്നത്, ഇത് നമ്മുടെ എൻട്രീനെ കുറിച്ചാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് സംസാരിച്ചത്. എക്സിറ്റ് എടുക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തള്ളി വിട്ടുകൊണ്ടിരിക്കാൻ നേരത്താണ് ഇതിൻ്റെ അകത്തുനിന്ന് അവർ എക്സിറ്റ് എടുക്കുന്നത്. ആ സമയത്ത് സ്റ്റോക്ക് വൺ സൈഡ് പരാബോളിക് മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓരോ ദിവസവും 10% അല്ലെങ്കിൽ 5% അപ്പർ സർക്യൂട്ട് വളരെ എന്താ പറയുക വെർട്ടിക്കലായിട്ടുള്ള റൈസ് സ്റ്റോക്ക് പ്രൈസിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും ഇവർ നോർമലി ഇതിൻ്റെ അകത്തുനിന്നൊക്കെ തന്നെ എക്സിറ്റ് എടുക്കുന്നത്. പല ഓപ്പറേറ്റേഴ്സും ചിലപ്പോൾ ഒറ്റയടിക്ക് തന്നെ ഫുൾ എക്സിറ്റ് എടുക്കണമെന്നില്ല, അവർ ചിലപ്പോൾ 2 ലെഗായിട്ടൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് എടുത്തെന്നിരിക്കാം. അതായത് ആദ്യം ഒരു 60 to 80% എക്സിറ്റ് എടുക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് പതുക്കെ ആ സ്റ്റോക്ക് ഇടിഞ്ഞ് താഴോട്ട് വരികയും താഴോട്ട് വന്നതിന് ശേഷം ഒന്നുകൂടെ ന്യൂസ് പമ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ റീറ്റെയിലേഴ്സിനെ അതിൻ്റെ അകത്തോട്ട് അട്രാക്ട് ചെയ്ത് അതിനെ പിന്നെയും മേലോട്ട് കയറ്റിക്കൊണ്ടുവരാൻ വേണ്ടി ബാക്കി അവർ എക്സിറ്റ് എടുക്കുന്നതായിരിക്കും. ചില ഇൻവെസ്റ്റേഴ്സ് വൺ ഗോയിൽ തന്നെ, ചില ഓപ്പറേറ്റേഴ്സ് വൺ ഗോയിൽ തന്നെ ഒരു 80-90% എക്സിറ്റ് എടുത്തിട്ട് ബാക്കി ഷെയർ താഴോട്ട് വരുന്നതിനനുസരിച്ച് അവർ ഏത് പ്രൈസിലായാലും വിറ്റ് കളയാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നതായിരിക്കും. ഈ രീതിയിൽ പല രീതിയിലായിരിക്കും അവർ ആ സ്റ്റോക്കുകളുടെ അകത്ത് എക്സിറ്റ് എടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തെല്ലാം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നിൽക്കുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റേഴ്സ് എക്സിറ്റ് എടുക്കുന്നത്. കാരണം റീറ്റെയിലേഴ്സ് എവിടെ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്നോ അവിടെയാണ് അവർക്ക് അതിൻ്റെ അകത്തൊരു എക്സിറ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. റീറ്റെയിലേഴ്സിൻ്റെ തലയിലോട്ട് ഈ ഷെയർസ് വിറ്റ് കൊടുത്ത് റീറ്റെയിലേഴ്സിൻ്റെ പൈസയായിട്ട് പോകാനുള്ള ഒരു ഏറ്റവും നല്ല ചാൻസ് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്. റീറ്റെയിലേഴ്സ് എന്താണ് ചെയ്യുന്നത്, അവർ ന്യൂസ് കാണുമ്പോഴത്തേക്കും പോസിറ്റീവ് ന്യൂസ് ആണല്ലോ എന്നുള്ള രീതിയിലാണ് അവർ എൻട്രി എടുക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ന്യൂസ് കേൾക്കുന്നെങ്കിൽ ആ ന്യൂസ് കേൾക്കുന്ന ഏറ്റവും അവസാനത്തെ വ്യക്തിയാണ് നിങ്ങളെന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതായത് ഈ ന്യൂസ് ബാക്കി എല്ലാവരും മാർക്കറ്റിൻ്റെ അകത്ത് അറിഞ്ഞു കഴിഞ്ഞു, അവരെല്ലാവരും തന്നെ പൊസിഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഇത് ഏറ്റവും ലാസ്റ്റ് കേട്ടൊരു വ്യക്തിയാണ്, എല്ലാവരെയും പിറകെ പോയിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടുപോകുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള സ്റ്റോക്കുകളുടെ അകത്തുനിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോക്കുകളുടെ അകത്തുനിന്ന് ബെറ്റർ മാറി നിൽക്കുക. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ കാണിച്ചു തന്ന കുറച്ച് സ്റ്റോക്കുകളുണ്ട്. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ കുറച്ച് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഞാൻ നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഏതെങ്കിലും കുറച്ച് സ്റ്റോക്കുകളുടെ ഇതേ കണക്ക് ഓപ്പറേറ്റഡ് പ്ലേ നടക്കുന്നു എന്ന് തോന്നുന്ന ടൈപ്പ് കുറച്ച് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഞാൻ കൊടുക്കാം. പിന്നെ മാത്രമല്ല മറ്റൊരു എക്സാമ്പിളായിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് സ്കോട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്കുണ്ട്. 1 സെക്കൻഡ്. തോമസ് സ്കോട്ട്, ഈ സ്റ്റോക്ക് നോക്കാം. ഈ സ്റ്റോക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ശങ്കർ ശർമ്മയാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. ലൈവായിട്ട് TV ചാനൽ CNBC-യിലാണോ ET ലൈവിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിവേ ലൈവായിട്ട് TV ചാനലിൽ വന്നിരുന്ന് പറയുകയാണ് ഇന്ന സ്റ്റോക്കിൻ്റെ അകത്ത് ഇനി മൾട്ടി ബാഗർ റിട്ടേൺസിനുള്ള ചാൻസ് ഉണ്ട്, ഞാൻ റീസെൻ്റ് ആയിട്ട് ബൈയിങ് നടത്തി, വളരെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണെന്നുള്ള രീതിയിൽ വന്നിരുന്ന് പറയുന്നു. പുള്ളിക്ക് അതിൻ്റെ അകത്ത് എക്സിറ്റ് വേണം, കാരണം ഇത്ര കണ്ട് സ്റ്റോക്ക് റണ്ണപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് താഴത്തെ ലെവലിലാണ് ബിഗ് എൻട്രി എടുക്കുന്നത്, മേളിലത്തെ ലെവലിൽ എക്സിറ്റ് ആണ് എടുക്കുന്നത്. മേളിലത്തെ ലെവലിൽ അവർ ബൈയിങ് അല്ല നടത്തുന്നത്. അവരതിൻ്റെ അകത്ത് ബൈയിങ് നടത്തിയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ വളരെ മിനിമലായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ബൈയിങ് നടത്തിയിട്ട് ഞാൻ ബൈയിങ് നടത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബൈയിങ് ആണ് അവർ നടത്തുന്നത്. ആ ഒരു ന്യൂസ് കണ്ടുകൊണ്ട് പോയിട്ട് റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കുമ്പോഴത്തേക്ക് അവർ വിറ്റ് മാറാറാണ് പതിവ്. ഈ രീതിയിൽ ഇത് ഞാൻ ആ സമയത്ത് പുള്ളി ആ ഇൻ്റർവ്യൂ ഇട്ട സമയത്ത് നമ്മുടെ ചാനൽ വഴി തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട്. ഒരു സ്റ്റോക്ക് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. എനിവേ അപ്പം ഇതേ കണക്കൊക്കെ ഈ ശങ്കർ ശർമ്മ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഇതിന് മുമ്പും ബ്രൈറ്റ്കോം ഗ്രൂപ്പിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വരുന്ന സ്റ്റോക്ക് ഇതുപോലെ തന്നെ നേരത്തെ എൻട്രി എടുത്തു എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വന്നിരുന്ന് പബ്ലിക്കലി സംസാരിച്ചെന്നോ പറഞ്ഞിട്ടൊക്കെ എന്തോ ഒരു കേസും കൂടെ പുള്ളിക്ക് ഓൾറെഡി ഉണ്ട്. ബ്രൈറ്റ്കോം ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അപ്പം
ഇതേ കണക്ക് പല ബിഗ്ഗീസും നമ്മളിപ്പോൾ വളരെ എക്സ്പെർട്ടുകളായിട്ട് മാർക്കറ്റിൻ്റെ അകത്ത് കാണുന്ന പല ബിഗ്ഗീസും അവർ പബ്ലിക്കലി വന്നിരുന്ന ഒരു ഷെയറിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ബെറ്റർ അങ്ങനെയുള്ള ഷെയർസിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് അതിൻ്റെ അകത്തൊക്കെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഇനി ഈ സ്റ്റോക്കുകളൊന്നും മേലോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ഇവർ എക്സിറ്റ് എടുത്തു, ഇതൊക്കെ ഓപ്പറേറ്റർ പ്ലേ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ ആളല്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിനകത്ത് 90% അല്ലെങ്കിൽ ഒരു 99% ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ബെറ്റർ നിങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങളുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടി നല്ലത്. നമ്മൾ ഇതിൻ്റെ അകത്തെല്ലാം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. നമുക്ക് ഏറ്റവും ഓഡ്സ് ഫേവർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ നമ്മുടെ ബെറ്റുകൾ പ്ലേസ് ചെയ്താൽ മതി. അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ബെറ്റുകൾ പ്ലേസ് ചെയ്യേണ്ടില്ല. ആവശ്യമില്ലാതെ നമ്മൾ റിസ്ക് കാര്യങ്ങളൊന്നും എടുക്കേണ്ടതില്ല. ഈ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ബാക്കി നിങ്ങളുടെ എന്തെല്ലാം ക്വയറീസ് ഉണ്ട് എല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി. ആ കമൻറ്റ് വഴിയിട്ട് ഞാൻ എല്ലാ ക്വയറിക്കുള്ള മറുപടി തരുന്നതായിരിക്കും. അത് സ്റ്റോക്ക് റിലേറ്റഡ് ആയാലും മാർക്കറ്റ് റിലേറ്റഡ് ആയാലും എന്ത് ക്വയറീസ് ആണെങ്കിലും എല്ലാം തന്നെ കമൻറ്റിൽ ഇട്ടാൽ മതി. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ എല്ലാത്തിനുള്ള മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ എല്ലാവരും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.